2018 പ്രളയം നമ്മുടെ മനസ്സിൽ നിന്നൊന്നും വിട്ടുപോയിട്ടില്ല. ആ പ്രളയത്തിന്റെ അലയൊലികൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തപ്പെട്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സർക്കാരിനെതിരായ ആരോപണത്തിൽ തെളിവ് പുറത്തുവിട്ട് മാത്യു കുഴൽനാടൻ 2018 പ്രളയത്തിന് കാരണം തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വൈകിപ്പിച്ചതെന്ന് പറയുന്ന ശബ്ദരേഖയാണ് മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാത്യു ടി തോമസിനെതിരെ സംസാരിക്കുന്ന ശബ്ദരേഖയാണെന്നാണ് ആരോപണം. മാത്യു കുഴൽനാടന്റെ ആരോപണം മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളി. മാത്യു കുഴൽനാടനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വളരെ വിവാദമാകുന്ന ഒരു പ്രസ് മീറ്റാണ് മാത്യു കുഴൽനാടൻ നടത്തിയത്. ഈ കുഴൽനാടൻ നടത്തിയ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ പ്രസ് മീറ്റിൽ പറയുന്നത് ഈ 2018 ഉണ്ടായിരുന്ന പ്രളയം അത് മനുഷ്യനിർമ്മിതമാണ്. പിണറായി സർക്കാരിന്റെ അഴിമതിയാണ്, കൊള്ളയാണ് കേരളത്തിലെ പ്രളയം ഈ ഗതിയിലാക്കിയത്. ഇനി ഞാനിത് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ മുഖവിലക്കെടുക്കണമെന്നില്ല. ഞാൻ ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ജലസേന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിന്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ കെ കൃഷ്ണൻകുട്ടിയുടെ, ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ഓഡിയോ സന്ദേശവും പുറത്തുവിടുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണം ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. മാത്യു കുഴൽനാടന്റെ ഈ പ്രസ് മീറ്റിന് ശേഷം മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം പറയുന്നത് ഇത് തന്റെ ഓഡിയോ അല്ല, താൻ ആരോടും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് AI ആണെന്നാണ് സംശയിക്കുന്നത്. കാരണം ഇന്നത്തെ സാങ്കേതിക വിദ്യയൊക്കെ വെച്ച് ഇത്തരത്തിലുള്ള ഓഡിയോകൾ ഉണ്ടാക്കാമല്ലോ, അതാണ് ഉണ്ടായതെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. AI കൊണ്ട് എന്താണെന്നുള്ളതിന് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ശ്രദ്ധയില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെന്താ തെരഞ്ഞെടുപ്പ് അതല്ലാതെ ഈ സമയത്ത് പിന്നെ വേറെന്താ ലക്ഷ്യം? മാത്യു ടി തോമസും ഈ ആരോപണത്തെ നിഷേധിക്കുകയാണ്. മുഖ്യമന്ത്രിയും ഇതിനെ നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ സമിതികൾ പഠനം നടത്തിയല്ലോ, ഇത്തരം ഒരു ആശയം വന്നതിന് ശേഷവും പഠനം നടത്തിയല്ലോ. അവരൊക്കെ കൃത്യമായി പറഞ്ഞല്ലോ ഇത് മനുഷ്യനിർമ്മിതമല്ല, ഇത് പ്രകൃതിദുരന്തം തന്നെയാണ് എന്ന് കൃത്യമായി പറഞ്ഞല്ലോ. ഇനി പ്രധാന വിഷയം, തെരഞ്ഞെടുപ്പിന് വളരെ തൊട്ട് മുൻപാണ് ഈ ഓഡിയോ പുറത്തു വരുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്ത്? അദ്ദേഹത്തിന്റെ തന്നെ ശബ്ദ സന്ദേശമാണോ അതല്ല AI ആണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്ത് വരുന്നത്. മന്ത്രി തീർത്തു പറയുന്നു താൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ഈ ശബ്ദ സന്ദേശം വ്യാജമാണ്, നിയമപരമായി നേരിടുമെന്നും. പക്ഷെ മാത്യു കുഴൽനാടൻ പറയുന്നത് ഇനി മന്ത്രി ഇത് നിഷേധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് മാത്യു കുഴൽനാടനും പറയുന്നത്. ഏതായാലും ഈ വിഷയം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ചർച്ചയാകുന്നു എന്നുള്ളതാണ്, അത് ചർച്ചയാക്കാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ രാഷ്ട്രീയ വിജയം. മൽഗോഷി മോഹനൊപ്പം ഗൂഗിൾ VS മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.